ഹലോ എവരിവൺ, സൺഡേ ആയിട്ട് എന്താ കഴിക്കാൻ? ഇവിടെ നല്ല ചോറും കപ്പ കുഴച്ചതും പുതിയാപ്പിൾ ചിക്കനും പിന്നെ മാങ്ങ ഒഴിച്ചെറിയായിരുന്നു. അങ്ങനെ കുറച്ച് ചോറും കപ്പയും അങ്ങോട്ടെടുത്ത് ആ ചിക്കൻ്റെ ഗ്രേവിയും ചിക്കൻ്റെ ഒരു പീസും കൂടെ കുഴച്ച് കഴിക്കുമ്പോൾ എൻ്റെ സാറേ ഒരു രക്ഷയില്ല. അങ്ങനെ പുതിയാപ്പിൾ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ പറയാം കേട്ടോ. ആദ്യം ചിക്കനിലോട്ട് ചിക്കൻ മസാലയും മുളക് പൊടിയും പിന്നെ ഉപ്പും കൂടെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഫ്രീസറിൽ വെക്കണം. കുറച്ച് കഴിയുമ്പോൾ അത് വെളിച്ചെണ്ണയിലോട്ട് വറുത്തെടുക്കണം. നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണേ. എന്നിട്ട് ആ സ്റ്റോക്ക് വാട്ടർ വരുന്നത് നമ്മൾ കുറച്ച് മാറ്റി വെക്കണം, കാരണം പിന്നീട് നമുക്ക് ഗ്രേവിക്ക് വേണ്ടി ആവശ്യം വരും. എന്നിട്ട് നമ്മൾ ഉരുളി എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ജിഞ്ചർ ഗാർലിക്കും പിന്നെ ചില്ലിയും കൂടെ നല്ലോണം ചതച്ച് തന്നെ അത് ചേർത്ത് നല്ലോണം ഇളക്കണം. ഇളക്കി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് സവാളയും കുറച്ച് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് അത് ബ്രൗൺ ആവുന്നിടം വരെ വഴറ്റണം. എന്നിട്ട് ഒരു 2-3 തക്കാളിയും കൂടെ എടുത്ത് കുനുകുനാന്നരിഞ്ഞിട്ട് അതിനകത്ത് ചേർത്ത് നല്ലോണം വഴറ്റണം. നല്ല ബ്രൗൺ ആവുന്നിടം വരെ വഴറ്റണേ. അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ എടുക്കണം. സാധാ ചില്ലി പൗഡർ എടുത്താൽ ഭയങ്കര എരിയായിരിക്കും, നമുക്ക് കറിക്ക് നല്ല കളർ വേണം. അതുകൊണ്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ എടുത്തേ. അങ്ങനെ അതെല്ലാം എടുത്ത് നല്ലോണം ഒന്ന് ഇളക്കണം. ആ മസാലയുടെയും ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നല്ലോണം അത് വഴറ്റണം കേട്ടോ. അങ്ങനെ പച്ചമണം മാറുന്ന വഴറ്റിയിട്ട് ആ വറുത്ത് വെച്ച ചിക്കൻ അതിനകത്തോട്ട് ചേർക്കണം. അതും ചേർത്ത് നല്ലോണം കുറച്ച് നേരം വഴറ്റണേ. മീൻവൈൽ അവിടെ സൈഡിലെ കപ്പ കുറച്ച് റെഡി ആവുന്നുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അതിനൊരു വീഡിയോ കാണിച്ചതേ ഉള്ളൂ. എന്നിട്ട് അത് നല്ലോണം ഇളക്കി ആ സ്റ്റോക്ക് വാട്ടർ നമ്മൾ മാറ്റി വെച്ചില്ലേ അതുകൂടെ ഒഴിച്ചിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. മൂടിയതല്ലേ. അങ്ങനെ അടച്ച് വെച്ച് വേവിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തുനിന്നും ജ്യൂസ് ഇറങ്ങും, മീൻസ് സ്റ്റോക്ക് ഇറങ്ങും. നല്ല ഗ്രേവി ആയിട്ട്, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും കേട്ടോ. എന്നിട്ട് അവസാനം കുറച്ച് മല്ലിയിലയും കുറച്ച് കരിവേപ്പിലയും പിന്നെ പെരിഞ്ജീരകവും ഏലക്കയും കൂടെ വറുത്ത് പൊടിച്ച പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയാപ്പിൾ ചിക്കൻ റെഡിയായി ഗായ്സ്. ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു.